ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് CPC എക്സാമിൻ്റെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ. ഇത് ഒരുപാട് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിട്ടുള്ള എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ നിന്ന് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാ പേപ്പറിലും ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഒന്നല്ല, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ICD ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ICDയിൽ 2024 വരുന്ന ഒരു ഗൈഡ് ലൈൻ അപ്ഡേറ്റിൽ വരുന്ന, അതായത് ഡിസീസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹൈപ്പർ ടെൻഷൻ ടോപ്പിക്കിൽ കുറേ ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷനിൽ വരുന്ന ഒരു അഡീഷണൽ ടോപ്പിക്കാണ് ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻറ്റ്. ഓക്കെ, ഇതിന് എന്താണ് ഇതെപ്പോഴാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു പേഷ്യൻറ്റ് ഹൈപ്പർ ടെൻഷൻ്റെ മരുന്നും എടുത്ത്, ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മരുന്നും എടുത്ത്, എന്നിട്ടും ആൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. റെഫേഴ്സ് ടു ബ്ലഡ് പ്രഷർ ഓഫ് എ പേഷ്യൻറ്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ദാറ്റ് റിമെയിൻസ് എബവ് ഗോൾ ഇൻ സ്പൈറ്റ് ഓഫ് യൂസ് ഓഫ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെയാണ് സീക്വൻസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഏത് പർട്ടിക്കുലർ ഹൈപ്പർ ടെൻഷനാണ് അവർക്ക് ഉള്ളത് അതിൻ്റെ കോഡ് കൊടുക്കുക, രണ്ടാമത് ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻ്റ് കോഡ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഇങ്ങനെ എന്താ ചോദിക്കുന്നത് എന്താ കാര്യം എന്നുള്ളത് സ്പീഡിൽ പറയുന്നേ ഉള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലും പിന്നെ ഏതൊക്കെയോ യൂട്യൂബ് വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പ്ലേസ് ഓഫ് സർവീസിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് CPTയിൽ ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്ലേസ് ഓഫ് സർവീസ്. നമുക്ക് ഒരുപാട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഈ പ്ലേസ് ഓഫ് സർവീസിൻ്റെ കോഡ്സ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസ്. ഫോർ എക്സാമ്പിൾ, അർജൻറ്റ് കെയർ ഫെസിലിറ്റീൻ്റെ പ്ലേസ് ഓഫ് സർവീസിൻ്റെ കോഡ് എന്താ, അല്ലെങ്കിൽ ആംബുലേറ്ററി സർജിക്കൽ സെൻറ്ററിൻ്റെ പ്ലേസ് ഓഫ് സർവീസിൻ്റെ കോഡ് എന്താ, സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റീൻ്റെ പ്ലേസ് ഓഫ് സർവീസിൻ്റെ കോഡ് എന്താന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ചിലർക്ക് ഇത് എവിടെ നിന്നാണ് എടുക്കുക എന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് കുറേ ടൈം കൺസ്യൂമിങ് ആവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്ലേസ് ഓഫ് സർവീസ് കോഡ്സ് എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ CPT ബുക്കിലെ ഫസ്റ്റ് പേജ് എന്താ, നമുക്ക് മോഡിഫയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പേജാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേജിലാണ് പ്ലേസ് ഓഫ് സർവീസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കാം. ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ ASC ആണ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ASC എന്നായിരിക്കും തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ നോക്കിയാൽ 24. നെക്സ്റ്റ് അർജൻറ്റ് കെയർ ഫെസിലിറ്റി 20. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ പോർഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, 20 അർജൻറ്റ് കെയർ ഫെസിലിറ്റി, 24 ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അനസ്തേഷ്യ ടൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അനസ്തേഷ്യയുടെ പേയ്മെൻറ്റ് കാൽക്കുലേഷൻ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് അനസ്തേഷ്യ ടൈമാണ് എക്സാമിന് ചോദിക്കുന്നത്. പേയ്മെൻറ്റ് കാൽക്കുലേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം, പക്ഷേ ടൈം അത്രയും സിമ്പിളാണ്. അപ്പോൾ അനസ്തേഷ്യ ടൈം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അനസ്തേഷ്യ ടൈം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാ, begins when anesthesiologist begins to prepare the patient for induction of anesthesia in the operating room and ends when the anesthesiologist is no longer in personal attendance. That is when patient may be safely placed under post-operative supervision. അതായത് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് തൊട്ട് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് മാറുന്നത്, അതായത് പേഷ്യൻ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സൂപ്പർവിഷനിൽ പ്ലേസ് ചെയ്യുന്നത് വരെ ഉള്ള ആ ഒരു ടൈമാണ് അനസ്തേഷ്യ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ശരിക്കും നോക്കുക എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള ആ രണ്ട് സമയം നോക്കിയിട്ട് ഉള്ള സമയം എത്ര ഹവേഴ്സ് ആണോ അതാണ് നമ്മൾ അനസ്തേഷ്യ ടൈമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ മിസ്റ്റേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഒരു സമയം കൂടെ എക്സ്ട്രാ കൊടുക്കും. അതായത് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 9:30 മാറി എന്ന് പറയും, എന്നിട്ട് പേഷ്യൻ്റ് ഫുള്ളി റിക്കവർ ആയ സമയം ഇന്ന സമയമാണെന്നും പറയും. ഓക്കെ, അപ്പം നമ്മൾ ആ ഫുള്ളി റിക്കവർ ആയ സമയം നമ്മൾ നോക്കണ്ട.
നമ്മൾ നോക്കേണ്ടത് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാറിയ അല്ലെങ്കിൽ പേഷ്യൻ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സൂപ്പർവിഷനിലോട്ട് പ്ലേസ് ചെയ്ത ആ സ്റ്റാർട്ടിങ് ആ ഒരു സമയമാണ് നമ്മൾ നോക്കേണ്ടത്. അത് മാത്രമേ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാംസ്ട്രിങ് മസിലിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ജനറലി ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറേ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അനാട്ടമി നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, ഇങ്ങനെ എടുത്താൽ മതി, ബുക്കിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിൻ്റാണ് ഈ ഏതെങ്കിലും മസിൽസിൻ്റെ അല്ലെങ്കിൽ ബോൺസിൻ്റെ ഒക്കെ ലൊക്കേഷനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ CPT-യിലൊക്കെ ആ പർട്ടിക്കുലർ ചാപ്റ്റർ ഇപ്പോൾ മസ്ക്യുലോ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അവിടെ സ്കെലറ്റൽ സിസ്റ്റവും മസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഒക്കെ പിക്ചർ ഉണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ യൂഷ്വലി പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടാറുമുണ്ട്. പക്ഷേ ഈ ഹാംസ്ട്രിങ് മസിലിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല. കാരണം ഹാംസ്ട്രിങ് മസിൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മസിൽ അല്ല. അതൊരു 3 മസിൽസിനെ, ബാക്ക് ഓഫ് തൈയിൽ വരുന്ന ഒരു 3 മസിൽസിനെ ഒരുമിച്ച് പറയുന്നതാണ്. അത് ഏതൊക്കെയാണെന്നാണ് ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ബൈസെപ്സ് ഫിമോറിസ്, പിന്നെ സെമി ടെൻഡിനിസ്, പിന്നെ സെമി മെംബ്രേനസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 മസിൽസിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹാംസ്ട്രിങ് മസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബുക്കിൽ കിട്ടില്ല. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ക്വസ്റ്റ്യൻ ആണ് E&Mൽ നിന്ന് വരുന്നത്. ഡു നോട്ട് കൗണ്ട് ടൈം സ്പെൻഡ് ഓൺ ദ ഫോളോയിങ് ഫോർ റിപ്പോർട്ടിംഗ് E&M സർവീസ്. അതായത് നമുക്ക് E&M സർവീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ MDM ബേസ് ചെയ്തിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ചില സമയത്ത് നമ്മൾ ടൈം ബേസ് ചെയ്തിട്ടും റിപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ഈ ടൈം ബേസ് ചെയ്തിട്ട് E&Mൻ്റെ ഏത് ലെവലാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ക്രൈറ്റീരിയ ആണ് കൺസിഡർ ചെയ്യാത്തത്, ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാത്തത് ആണോ നോട്ട് ആണോ എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യൻ തെറ്റിപ്പോവും. അപ്പോൾ ഈ ഡു നോട്ട് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. 4 ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ഏതാണ് ടൈം ബേസ് ചെയ്തിട്ടുള്ള E&M സർവീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൗണ്ട് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ അതിലുണ്ടായിരിക്കും, പെർഫോമൻസ് ഓഫ് അതർ സർവീസസ് ദാറ്റ് ആർ റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. കണ്ടോ, ഇത് നമ്മൾ E&M ടെക്സ്റ്റിൽ നമ്മൾ E&M ചാപ്റ്ററിൽ വരുന്ന ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. ഡു നോട്ട് കൗണ്ട് ടൈം സ്പെൻഡ് ഓൺ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പോയിന്റാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സഫിക്സ് ബേസ് ചെയ്തും പ്രിഫിക്സ് ബേസ് ചെയ്തും റൂട്ട് വേർഡ്സ് ബേസ് ചെയ്തൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷനൊക്കെ തരും, എന്നിട്ട് ഇതിലെ സഫിക്സ് എന്താ, ഇതിലെ പ്രിഫിക്സ് എന്താ, ഇതിലെ റൂട്ട് വേർഡ്സ് എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂറാൽജിയ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ന്യൂറാൽജിയ. അപ്പോൾ ഇതിലെ സഫിക്സ് എന്താണ്? അപ്പം ഇതിലെ ന്യൂറോ എന്ന് വെച്ചാൽ നെർവ്, ആൽജിയ പെയിൻ ഒക്കെയാണ്. അപ്പോൾ ഇതിലെ ന്യൂറോ റൂട്ട് വേർഡാണ്, ആൽജിയയാണ് സഫിക്സ്. അപ്പോൾ നിങ്ങൾ ഏത് ഒരു വേർഡ് തന്നാലും നിങ്ങൾ അതിലെ പ്രിഫിക്സ് എന്താ, സഫിക്സ് എന്താ, റൂട്ട് വേർഡ് എന്താ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഒരു അനാറ്റമി ക്വസ്റ്റ്യൻ ആണ് തലാമസിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തലാമസിൻ്റെ ലൊക്കേഷൻ ബ്രെയിനിലാണ്. അപ്പം ഇങ്ങനത്തെ അനാറ്റമിയിലെ ഓരോ ഓർഗൻസിൻ്റെയും സ്ട്രക്ചറിൻ്റെ ഒക്കെ ലൊക്കേഷൻ ചോദിച്ചാൽ എങ്ങനെയാണ് ബുക്കിൽ നിന്ന് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ 10 days പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. മുന്നത്തെ ഏതോ യൂട്യൂബ് വീഡിയോസിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ ആണ് തലാമസിൻ്റെ ലൊക്കേഷൻ. നെക്സ്റ്റ് ഞാൻ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. മോസ് സർജറി നമ്മുടെ CPT-യിലെ ഇൻറ്റഗ്രിമെൻ്ററി സിസ്റ്റം ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ പേപ്പറിലും ഉണ്ടെന്നല്ല, പക്ഷേ ഒരുപാട് പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മോസ് സർജറി. ടോപ്പിക്ക് ക്ലിയർ ആയാൽ അതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇൻറ്റഗ്രിമെൻ്ററി സിസ്റ്റത്തിലൊക്കെ അതിൻ്റെ ടോപ്പിക്കൊക്കെ ഹോളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്, അതായത് നമുക്ക് ഈ മോസ് സർജറീൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പം റിപ്പയറിൻ്റെ കോഡ്സ് തന്നിട്ടുള്ള ഓപ്ഷനും തരാത്ത ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ മോസ് സർജറീൻ്റെ കൂടെ റിപ്പയർ ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിപ്പയറിൻ്റെ കോഡ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ആ റിപ്പയറും കൂടെ തന്നിട്ടുള്ള ആ ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് ഒരു ICD ഗൈഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ MIൻ്റെ 2 ടൈപ്പാണ്. ST എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷനും നോൺ ST എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷനും. STEMI ആൻഡ് NSTEMI എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കൊരു ഗൈഡ് ലൈൻ വരുന്നുണ്ട്. അതായത്
ടൈപ്പ് 1 എൻ സ്റ്റെമി, അതായത് നോൺ എസ് ടി എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ സ്റ്റെമി ആയിട്ട് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റെമിക്കാണ് കോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റെമി എൻ സ്റ്റെമി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റെമിക്കാണ് കോഡ് ചെയ്യേണ്ടത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആണ്. ഇത് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക എൻ സ്റ്റെമി സ്റ്റെമി ആയി എന്നായിരിക്കും, ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക സ്റ്റെമി എൻ സ്റ്റെമി ആയി കൺവേർട്ട് ചെയ്തു എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ സ്റ്റെമി സ്റ്റെമി ആയിട്ടാണെങ്കിലും സ്റ്റെമി എൻ സ്റ്റെമി ആയിട്ടാണെങ്കിലും നിങ്ങൾ കോഡ് ചെയ്യേണ്ടത് സ്റ്റെമിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് സി പി ടിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഫോക്കസ്ഡ് ക്വിക്ക് ലുക്ക് എക്സാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതൊക്കെ ടെക്സ്റ്റിൽ തന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും 4 കോഡ്സ് തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും 4 കോഡ്സൊക്കെ തന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 4 കോഡും എടുത്തിട്ട് അതിൻ്റെ പരിസരം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ തന്നെ ഉണ്ടാവും എന്താ തന്നിട്ടുള്ളതെന്ന്. അപ്പം ഇത് എന്തായാലും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അതായത് നമ്മളെ പ്രഗ്നൻറ്റ് യൂട്രസ് എക്സാമിനേഷൻ്റെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഓഫ് പ്രഗ്നൻറ്റ് യൂട്രസിൽ വരുന്ന കോഡ്സാണ് നമുക്ക് 76815 816 ഒക്കെ ആ ഒരു റേഞ്ചിൽ വരുന്ന കോഡ്സാണ്. അപ്പോൾ അതിൽ തന്നിട്ടുള്ളതാണ് 76815 represents a focused quick look exam limited to the assessment of one or more of the elements listed in code 76815. ഇത് ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്തേ ഉള്ളൂ. സോ ഈ കോഡ് വരുന്ന ക്വിക്ക് ലുക്ക് എക്സാമിനേഷൻ്റെ കോഡ് വരുന്നത് 76815 ആണ്, ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു 10-11 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ് ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഞാൻ താഴെ കൊടുക്കുന്ന കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്ന ആ മെയിൽ ID-യിലോട്ടൊന്ന് മെയിൽ ചെയ്താൽ ഞാൻ 10 days എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക്